ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് Insta360 Ace 2 Pro ഞാൻ മേടിച്ച പുതിയൊരു ആക്ഷൻ ക്യാമറയാണ്. ഇതിങ്ങനെ പൊട്ടിക്കളതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വന്നൊരാവശ്യത്തിനകത്ത് ഞാനത് പൊട്ടിച്ചെടുത്തു. ഇതാണ് ക്യാമറ വരുന്നത്. ഭയങ്കര ചെറുതാണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്. അപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഇപ്പോൾ ഇവിടെ അടുത്ത് മൂർ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്, അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ ഓർത്തു. സോ ലെറ്റ്സ് സീ. യെസ് ഗൈസ്, നമ്മളങ്ങനെ മൂർ പാർക്കിൽ എത്തിയിട്ടുണ്ട്. കണ്ടു, ഇന്ന് നല്ല സണ്ണിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫുട്ടേജ് ആക്ഷൻ ക്യാമറയിലെ ഫുട്ടേജാണ്. ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വൈഡ് ആംഗിൾ തന്നെയാണ്. നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ ഇത്രയും ഈ വൈറ്റ് സ്പേസിനകത്ത് നമുക്ക് ആംഗിൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും ഡിഫോൾട്ടായിട്ടൊരു HDR മോഡ് ഓണായി കിടക്കുന്നുണ്ട്. നമുക്ക് ഗ്രീൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലൂ സ്കൈസ് ആണെങ്കിലും കുറച്ചും കൂടെ എന്താ പറയുക, കളർ കുറച്ചും കൂടെ എടുത്ത് വെക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് അത്യാവശ്യം വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. ടച്ച് സ്ക്രീനാണ്. സോ നമുക്കത് ഫ്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ പോലെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കറക്റ്റ് ഫ്രെയിമിൽ തന്നെ ആണോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഓൾസോ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നമുക്ക് Ace Pro 2-നകത്ത് റോക്ക് സ്റ്റഡി സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. സോ നമ്മളിപ്പോൾ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇപ്പോൾ ബൈക്കിലൊക്കെ മൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ക്യാമറ ഹൈ സ്റ്റെബിലൈസേഷൻ മോഡിനകത്താണ് ഇട്ടേക്കുന്നത്. ഞാനിന്ന് ഓടി കാണിച്ചു തരാം. സോ നിങ്ങൾ തന്നെ പറ കണ്ടിട്ട്. ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു സെൻസറിനെയാണ്. സോ അത് നോർമൽ ക്യാമറകളിനകത്ത് വരുന്ന പോലത്തെ ഒരു വലിയ സെൻസറാണ് വരുന്നത്. സോ നോർമലി ആക്ഷൻ ക്യാമറയ്ക്കകത്ത് അത്രയും വലിയ സെൻസേഴ്സ് വരാത്തതാണ്. പിന്നെ നമുക്ക് Ace Pro 2-ൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു മാഗ്നറ്റിക് മൗണ്ട് വരുന്നുണ്ട്. ആ മൗണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്റ്റിക്കിലോട്ടോ അല്ലെങ്കിൽ ബൈക്കിലോട്ടൊക്കെ മൗണ്ട് ചെയ്യുമ്പോഴേക്കും ഈ മാഗ്നറ്റിക് മൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ഊരിയെടുക്കാനും തിരിച്ച് ഫിക്സ് ചെയ്യാനായിട്ടും ഭയങ്കര ഈസിയാണത്. സോ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നു. യെസ്, ഞാനിപ്പോൾ പ്യുവർ വീഡിയോ മോഡിനകത്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇരുട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇരുട്ടത്ത് എങ്ങനെ ഉണ്ടാവുന്നു. സോ ഇതാണ് നമുക്ക് ഇരുട്ടത്ത് കിട്ടുന്ന ക്ലാരിറ്റി. ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഗുഹയ്ക്കുള്ളിനകത്താണ്, ബട്ട് സ്റ്റിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്തോട്ട് ഞാൻ ഇങ്ങനെ കയറി നിന്നാലും നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ നൈറ്റൊക്കെ വ്ളോഗ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നൈറ്റ് ബൈക്കിനകത്തൊക്കെ വെച്ചിട്ട് നൈറ്റ് റൈഡൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് അത്യാവശ്യം
നല്ല പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്, നല്ല വീഡിയോ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. യെസ്, സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് ആക്ഷൻ ക്യാമറ പർച്ചേസാണ്. സോ എനിക്കും ഇൻഡെപ്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല ഇതിനെക്കുറിച്ച്. ഞാനും ഓരോന്ന് യൂസ് ചെയ്ത് മനസ്സിലായി വരുവാണ്. അപ്പോൾ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക, എന്നെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ